ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആലോചനയ്ക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഒരു പുതിയ ആരംഭം. ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഒരു പുതിയ ആരംഭം. നമ്മുടെ കർത്താവ് നമുക്ക് പുതിയ ആരംഭങ്ങളെ നൽകിത്തരുന്ന കർത്താവാകുന്നു. ഈ വർഷം തന്നെ പുതിയ ആരംഭങ്ങളുടെ വർഷമാണ്. ഇയർ ഓഫ് ന്യൂ ബിഗിനിങ്സ്, പുതിയ ആരംഭങ്ങളുടെ വർഷം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്ന ദൈവമാകുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആരംഭവും അവസാനവുമാകുന്നു. ആൽഫയും ഒമേഗയുമാകുന്നു. യേശു ആൽഫയും ഒമേഗയുമാകുന്നു. ആൽഫ എന്ന വാക്ക് യവനായ ഭാഷയിലെ അക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരവും, ഒമേഗ എന്ന വാക്ക് യവനായ ഭാഷയിലെ ഗ്രീക്ക് ലാംഗ്വേജിലെ അക്ഷരങ്ങളിലെ അവസാനത്തെ അക്ഷരവുമാണ്. യേശു ആരംഭവുമാകുന്നു, യേശു അവസാനവുമാകുന്നു. എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശു. വിശ്വാസത്തിന്റെ ഓദർ, ആരംഭിക്കുന്നവൻ. നിങ്ങളിൽ യേശുവിലുള്ള വിശ്വാസം ആരംഭിച്ചത് യേശുവാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശു, ആരംഭിക്കുന്നവനാണ് യേശു. നിങ്ങളിൽ പുതിയ ആരംഭങ്ങൾ, തുടക്കങ്ങൾ നൽകിത്തരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. നാം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ആരംഭിക്കുന്നവനാണ് യേശു. ആരാണ്? പുതിയ പ്രവൃത്തികളെ, നല്ല പ്രവൃത്തികളെ, അത്ഭുത പ്രവൃത്തികളെ ആരംഭിക്കുന്നവനാണ്. ഒരു പുതിയ ആരംഭം നിങ്ങൾ പ്രതീക്ഷിക്കുക. ജീവിതത്തിൽ എല്ലാം തകർന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും കർത്താവിന് നിങ്ങളെ പുതുക്കി പണിയുവാൻ കഴിയും. ഒരു പുതിയ ആരംഭം നിങ്ങൾക്ക് നൽകി തരുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി യാതൊരു വിധമാകുന്ന വിമോചനവും ലഭിക്കുകയില്ല, വിടുതലും ലഭിക്കുകയില്ല, രക്ഷയും ലഭിക്കുകയില്ല. ഞാൻ ആകെ തകർന്നു പോയിരിക്കുന്നു. കടം കൊണ്ടും ശരീരത്തിൽ വന്നിരിക്കുന്ന രോഗം കൊണ്ടും മനസ്സിന് വന്നിരിക്കുന്ന പീഡ കൊണ്ടും എന്റെ ജീവിതം ആകമാനം കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ വീണിരിക്കുന്ന ഈ കുഴിയിൽ നിന്ന് ഇനി എന്നെ ആർക്കും രക്ഷിക്കുവാൻ കഴിയുകയില്ല, എന്നെ ആർക്കും വേണ്ട. ഈ നിലയിൽ തകർന്ന വ്യക്തിയാണെങ്കിലും കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുകയാണ്, ഒരു പുതിയ ആരംഭത്തെ നിങ്ങൾക്ക് നൽകി തരുവാൻ യേശുവിന് കഴിയും. യേശു ഒരു പുതിയ ആരംഭം നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. 16 വർഷം മദ്യപാനത്തിന് അടിമയായിരുന്ന ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല, നാട്ടുകാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല, ആ മനുഷ്യന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. 16 വർഷം കുടിച്ച വ്യക്തിയാണ്. കരളിന് കേടുവന്നിരിക്കുന്നു, ഉദരത്തിന് കേടുവന്നിരിക്കുന്നു. എന്നാൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്റെ മേൽ അത്ഭുതകരമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി. താൻ ഒമിറ്റ് ചെയ്യുവാൻ തുടങ്ങി, ഛർദ്ദിക്കുവാൻ തുടങ്ങി. മണിക്കൂറുകൾ ശബ്ദിച്ചു. അത്ഭുതം സംഭവിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് അവന്റെ രക്തത്തിൽ പോലുമുള്ള മദ്യത്തിന്റെ അംശം അവന്റെ ശരീരം വിട്ട് പുറത്തു പോകുവാൻ ഇടയായി. 16 വർഷം കുടിച്ചവന് വീണ്ടും 5 ആഴ്ചത്തെ ഒരു പ്രത്യേകമാകുന്ന മരുന്നെടുക്കേണ്ടതായിട്ട് വന്നില്ല. കുടി കുറയ്ക്കുവാൻ വേണ്ടി അല്പാൽപം സേവിക്കേണ്ടതായിട്ട് വന്നില്ല. ആ നിമിഷം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ആ നിമിഷം അവന്റെ മദ്യപാനം അവസാനിച്ച് ഒരു പുതിയ ആരംഭം യേശു അവനിൽ തുടങ്ങുവാനിടയായി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ദൈവം പ്രവാചകനാകുന്ന യിരെമ്യാവിനോട് പറഞ്ഞു, നീ കുശവന്റെ വീട്ടിലേക്ക് പോകുക. പ്രവാചകൻ കുശവന്റെ വീട്ടിൽ ചെന്നു. കുശവൻ കളിമണ്ണിൽ, ചക്രത്തിന്റെ മേൽ കളിമണ്ണ് ഉപയോഗിച്ചുകൊണ്ട് പാത്രങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്, പാത്രങ്ങൾ മെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്രം വേഗത്തിൽ കറങ്ങുന്നു. കുശവൻ ആ പാത്രത്തിൽ കളിമണ്ണുകളെ ഉണ്ടാക്കുവാൻ വേണ്ടി ചക്രത്തിൽ കളിമണ്ണ് വെച്ച് തന്റെ വിരലുകൾ കൊണ്ട് ആ കളിമണ്ണിന് രൂപവും ഭാവവും ഉണ്ടാക്കുകയാണ്. എന്നാൽ താൻ എന്തുണ്ടാക്കുവാൻ ആഗ്രഹിച്ചുവോ ആ പാത്രം ഉടഞ്ഞുപോയി, ആ കളിമണ്ണ് ഉടഞ്ഞുപോയി, ചക്രത്തിൽ നിന്ന് അത് പുറത്തു പോകുവാനിടയായി. പക്ഷേ ആ കുശവൻ എന്താണ് ചെയ്തത്? ആ കളിമണ്ണിനെ ഉപേക്ഷിച്ചില്ല, അതിനെ വേണ്ടെന്ന് വെച്ചില്ല. വീണ്ടും താഴെ എന്തു രൂപത്തിനു വേണ്ടി താൻ ആഗ്രഹിച്ചുവോ അതാകുവാൻ കഴിയാതെ താഴെ വീണുപോയ ആ കളിമണ്ണിനെ കുശവൻ കൈകൊണ്ടെടുത്ത് വീണ്ടും ചക്രത്തിന്റെ മേൽ വച്ച് തനിക്ക് ബോധിച്ചതുപോലെ, തനിക്ക് ഇഷ്ടം തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ആ യേശു നിങ്ങൾക്ക് ഒരു പുതിയ രൂപം തരുവാൻ പ്രാപ്തിയുള്ളവനാണ്. തനിക്ക് ബോധിച്ചതുപോലെ തന്റെ ഹിതപ്രകാരം നിങ്ങൾക്ക് ഒരു പുതിയ ആരംഭത്തെ, ഒരു പുതിയ ഷേപ്പിനെ, ഒരു പുതിയ ഭാവത്തെ, ഒരു പുതിയ ഭാവിയെ നൽകി തരുവാൻ
പ്രാപ്തിയുള്ളവനാണ് ആ യേശു. ഒരു പുതിയ ആരംഭം അവിടുന്ന് നിങ്ങൾക്ക് നൽകി തരുവാൻ പോകുന്നു. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ആരംഭങ്ങൾ തന്നെ നാം പഠിച്ചു കഴിഞ്ഞാൽ സകലത്തിന്റെയും ആരംഭം യേശുവാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സകലതും സൃഷ്ടിച്ചത് അവിടുന്ന് ആകുന്നതിനാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദൃശ്യമാകുന്നതും ദൃശ്യമാകുന്നതും, സിംഹാസനങ്ങളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലവും ആരംഭിച്ചവൻ അവിടുന്നാണ്. ആ സകലവും ആരംഭിച്ചവനാകുന്ന യേശു, ആ യേശു നിങ്ങളിൽ ഒരു പുതിയ ആരംഭം കുറിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആ പുതിയ ആരംഭം നിങ്ങളിൽ യേശു കുറിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇനിയും പഴയതുപോലെ ജീവിക്കുവാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനല്ല, ഇനി മുതൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ. ഒരു പുതിയ ആരംഭം പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആ പുതിയ ആരംഭം യേശുവിന് വേണ്ടിയാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനാണ് സൃഷ്ടിച്ചത്, അവനായിട്ടാണ് സൃഷ്ടിച്ചത്. നമ്മെ ഓരോരുത്തരെയും, ഇവിടെ എന്നെ ദൂരവേ കേൾക്കുന്ന നിങ്ങളെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. മദ്യത്തിന് വേണ്ടിയല്ല, സിഗരറ്റിന് വേണ്ടിയല്ല, അടിപിടിക്ക് വേണ്ടിയല്ല, കൊലപാതകത്തിന് വേണ്ടിയല്ല, ഡ്രഗ് അഡിക്ഷന് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നാൽ ഇതുവരെയും നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇതാ ഒരു ചാൻസ് കൂടെ കർത്താവ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നു. ഒരു ആരംഭം കൂടെ നിങ്ങൾക്ക് കർത്താവ് തരുവാൻ പോകുകയാണ്. ആ ആരംഭം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഈ പുതിയ ആരംഭം എനിക്ക് ലഭിക്കുന്നതിനാൽ ഞാൻ ഇനി യേശുവിനായി ജീവിക്കുവാൻ പോകുന്നു. 45 വർഷം ആയ ഒരു സഹോദരൻ, 45 വയസ്സുള്ള ഒരു സഹോദരൻ, എന്റെ സുഹൃത്താണ്. തന്റെ ഹൃദയത്തിന് ഒരു രോഗം വന്ന് താൻ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ഒരു സർജറിക്ക് കിടക്കുകയാണ്. ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി കിടക്കുകയാണ്. തന്റെ ഹൃദയത്തിൽ ബ്ലോക്കുകൾ വന്ന് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി കിടക്കുകയാണ്. അതുവരെയും 45 വയസ്സ് വരെയും പരാപരം ഒരു ജീവിതം, പൊത്തുവരുത്തമാകുന്ന ഒരു ജീവിതം നയിച്ച് ലോകത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. ആ കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു രാത്രിയിൽ താൻ മുറിയിൽ താൻ കിടക്കുന്ന, നാളെ തന്റെ ഓപ്പറേഷൻ നടക്കുവാൻ പോവുകയാണ്. ആ കിടക്കുന്ന മുറിയിൽ അന്ന് രാത്രിയിൽ ആരുമില്ല. ആ കിടക്കുന്ന മുറിയിൽ പൊടുന്നനവേ താൻ ഒരു ശബ്ദം കേൾക്കുവാനിടയായി. ആ ശബ്ദം ഇങ്ങനെയാണ്: നിനക്ക് എത്ര വയസ്സായി? തനിക്ക് പെട്ടെന്ന് ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല. നഴ്സസ് ഉണ്ടോ? ആരുമില്ല, ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തനിക്ക് മനസ്സിലായി, ഈ ശബ്ദം മറ്റാരുടെയും ശബ്ദമല്ല, ഇത് കർത്താവിന്റെ ശബ്ദമാണ്. പ്രതികരിച്ചു: എനിക്ക് 45 വയസ്സായി. വീണ്ടും ആ ശബ്ദം ഉയരുകയാണ്: ഇതുവരെയും നീ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത്? അന്നാണ് ഈ മനുഷ്യൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ടാണ് ചിന്തിച്ചത്, ഞാൻ ഇതുവരെ ആർക്കു വേണ്ടിയാ ജീവിച്ചത്? അപ്പോൾ തനിക്ക് മനസ്സിലായി, ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടിയാ ജീവിച്ചത്. 45 വർഷം തനിക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചത്. അന്ന് താന് വാ തുറന്ന് കർത്താവിനോട് സമ്മതിച്ചു: കർത്താവേ, ഞാൻ ഇതുവരെയും എനിക്ക് വേണ്ടിയാ ജീവിച്ചത്, ലോകത്തിന് വേണ്ടിയാ ജീവിച്ചത്, പണത്തിന് വേണ്ടിയാണ് ജീവിച്ചത്, എന്തൊക്കെയോ ആകുവാൻ വേണ്ടിയാണ് ജീവിച്ചത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കിടക്കയിൽ നാളെ ഓപ്പറേഷൻ പ്രതീക്ഷിച്ച് കിടക്കുന്ന എനിക്ക് മനസ്സിലായി, ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. പെട്ടെന്ന് വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ്: ഞാൻ നിന്റെ ആയുസ് കൂട്ടിത്തരുവാൻ പോകുകയാണ്. ഞാൻ ആയുസ് കൂട്ടിത്തന്നാൽ നീ ആർക്കു വേണ്ടി ജീവിക്കും? മറുപടിയും പൊടുന്നനവേ താൻ പറഞ്ഞു: ഇനിയും ഞാൻ നഷ്ടക്കച്ചവടത്തിനില്ല. ഇനിയും എനിക്ക് ആയുസ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ജീവിതം ഒരു ലാഭമായി തീരണമെങ്കിൽ, നിങ്ങളുടെ ആയുസ് ഒരു ലാഭമായി തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കണം. നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് ലഭ്യമാകുന്ന പുതിയ ആരംഭം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ഒരു പുതിയ ആരംഭം തരുവാൻ തയ്യാറാണ്. നിങ്ങൾ ആ ആരംഭം ആർക്കു വേണ്ടിയാണ് ഇനി പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നത്? നാട്ടിലുള്ള ഏതെങ്കിലും പ്രത്യേക സാമൂഹിക സംഘടനകൾക്ക് വേണ്ടിയാണോ? ഏതെങ്കിലും തത്വശാസ്ത്രത്തിന് വേണ്ടിയാണോ നിങ്ങൾ ആ സമയം ചിലവഴിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ പുതിയ ആരംഭം കിട്ടിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് നിങ്ങൾക്കൊരു തീരുമാനമുണ്ടോ? യേസ്, ഞാൻ യേശുവിന് വേണ്ടി എനിക്ക് ലഭ്യമാകുന്ന പുതിയ ആരംഭം പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ പുതിയ ആരംഭം കൊണ്ട് നിങ്ങൾ സമൃദ്ധിയുള്ളവരായി തീരുവാൻ പോകുന്നു. നിങ്ങൾ പ്രയോജനമുള്ളവരായി തീരുവാൻ പോകുന്നു. നിങ്ങൾ അത്ഭുതങ്ങളെ കാണുന്നവരായി തീരുവാൻ പോകുന്നു. പുതിയ ആരംഭം സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുക. ഈ പുതിയ ആരംഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പുതിയ ആരംഭം ക്രിസ്തുവിനാൽ തുടങ്ങുന്ന ആരംഭമാകുന്നതിനാൽ അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമുണ്ട്. നമുക്ക് ക്രിസ്തുവിനെ അറിയുവാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ്.
അറിയുകയാണ്. ഇതുവരെയും നാം പലതും അറിഞ്ഞിരുന്നു, പലതിന്റെയും പിന്നാലെ പോയിരുന്നു. എന്നാൽ പുതിയ ആരംഭം യേശു ക്രിസ്തു ആൽഫയാകുന്നവൻ, ഒമേഗയാകുന്നവൻ, അവിടുന്ന് നമുക്കൊരു പുതിയ ആരംഭം നൽകി തരുമ്പോൾ ക്രിസ്തുവിനെ അറിയുവാനുള്ള ആ വലിയ ഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ നിന്ന് അറിയുവാൻ കഴിയും. ആ ഭാഗത്ത് ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ രക്ഷകനായി അവനെ അറിയുന്നു, സൗഖ്യദായകനായി അവനെ അറിയുന്നു, വിടുതൽ നൽകുന്നവനായി അവനെ അറിയുന്നു. നീതിപൂരിതനാകുന്ന ദൈവം, നമ്മെ നീതിമാന്മാരാക്കുന്നവനാണ് യേശു. അങ്ങനെ യേശുവിനെ നാം അറിയുകയാണ്. യേശുവിനെ നാം അടുത്തറിയുവാൻ തുടങ്ങുന്നു. ആ ലഭ്യമാകുന്ന അറിവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ക്രിസ്തു അവിടുന്ന് സ്നേഹപൂർണനാകുന്നു, അവിടുന്ന് സ്നേഹപൂരിതനാകുന്നു. യേശു ആരാണ്? യേശു ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമാകുന്നു. ദൈവം സ്നേഹമാകുന്നു എന്നത് ഭൂമിയിൽ പ്രദർശിപ്പിച്ച ദൈവപുത്രനാണ് യേശു. ആ അറിവിനെ കുറിച്ച്, ആ അറിവിന്റെ ആഴങ്ങൾ, നിങ്ങളിൽ ആരംഭിക്കുന്ന പുതിയ ആരംഭത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളിൽ ഏറ്റവും വലിയ വെളിപ്പാട് യേശു സ്നേഹമാകുന്നു. അതിലേക്കാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. അവിടുത്തെ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നിങ്ങൾ സ്വീകരിക്കുക. അവിടുത്തെ സ്നേഹത്തിന്റെ നിറവ് നിങ്ങളും വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ സ്വീകരിക്കുക. ദൈവസ്നേഹത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ലോകത്തിൽ എല്ലാത്തിനും ലോകത്തിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ലഭ്യമാണ്. ലോകത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഏത് വസ്തുവുമാകട്ടെ അതിന് ഡ്യൂപ്ലിക്കേറ്റുകൾ ലഭ്യമാകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതേപോലെ തന്നെ സ്വർഗീയമായതുപോലെ തോന്നിക്കുന്നത് പലതും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലോകവും. സ്വർഗം പറയുന്നു, സ്നേഹത്തെ കുറിച്ച് പറയുന്നു, ബൈബിൾ പറയുന്നു, സമാധാനത്തെ കുറിച്ച് പറയുന്നു, ബൈബിൾ സത്യത്തെ കുറിച്ച് പറയുന്നു. അതിന് തുല്യമായി തോന്നുന്ന പലതും ലോകവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലോകവും സ്നേഹം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലോകവും പറയുന്നു, ഞങ്ങൾ സ്നേഹം തരാം, ലോകത്തിനും സ്നേഹം തരുവാൻ കഴിയുമെന്നാണ് ലോകം സ്നേഹത്തെ വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷേ ലോകസ്നേഹത്തിന്റെ അപകടത്തെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ലോകസ്നേഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പൈശാചിക സ്വാധീനത്തെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യാക്കോബിന്റെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകസ്നേഹം അതിന്റെ പ്രത്യേകത, അത് ദൈവത്തിനോട് വിരുദ്ധമായി, ദൈവത്തിന് എതിര് നിൽക്കുകയാണ്. എന്താണ് അത് എതിർ നിൽക്കുന്നത്? കാരണം ലോകസ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്ന ആ പ്രത്യേക കണ്ടന്റുകൾ, ലോകസ്നേഹത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന പ്രത്യേക കണ്ടന്റുകൾ, അത് ദൈവസ്നേഹത്തിന് വിരുദ്ധമായി നിൽക്കുന്നതാണ്. ലോകസ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നത് പലതും ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ലോകസ്നേഹത്തിന്റെ നിർവചനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ ലോകസ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നതിന്റെ ആ ഘടകങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ആ ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നാകുന്നു. ലോകസ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ലോകസ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ പ്രത്യേക ഘടകങ്ങൾ ചേർന്ന ഒരു സാധനമാണ് ലോകസ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേർന്ന് വരുവാൻ സാധ്യതയുണ്ട്? അശുദ്ധി ചേർന്ന് വരുവാൻ സാധ്യതയുണ്ട്. അശുദ്ധി അതിന്റെ ഒരു ഭാഗമാണ്. മദ്യപാനം അതിന്റെ ഒരു ഭാഗമാണ്. ദുശീലങ്ങൾ അതിന്റെ ഒരു ഭാഗമാണ്. ദുർനടപ്പ് അതിന്റെ ഒരു ഭാഗമാണ്. പ്രിയമുള്ളവരെ, ഇനിയും അങ്ങനെ സമയം ചിലവഴിക്കരുത്. പത്രോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 2-3 വാക്യങ്ങളിൽ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും, ശ്രദ്ധിക്കുക, ലൈംഗിക പാപങ്ങളിലും, മോഹങ്ങളിലും, വീഞ്ഞുകുടിയിലും, വെറിക്കൂച്ചുകളിലും, മദ്യപാനത്തിലും, ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയതും മതി.
സഹോദര, ബീഡി വലിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? എന്തു ഗുണം കിട്ടി? ലോട്ടറി അടിച്ചോ? ആരോഗ്യം വർദ്ധിച്ചോ? ചുമ കൂടിയതല്ല ഉള്ളൂ. നിന്റെ ശ്വാസകോശത്തിന് കേടല്ലേ വന്നത്? അതുകൊണ്ട് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിന്റെ ജീവിതത്തിൽ പാഠമാക്കുക, ബീഡി വലിച്ച് കാലം പോക്കിയതു മതി. സഹോദര, കള്ളു കുടിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? ചാരായം കുടിച്ചിട്ട് എന്ത് കിട്ടി? നീ ബിവറേജസ് കോർപ്പറേഷന്റെ അവിടെ പോയി ക്യൂ നിന്നതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടി? ബ്രാൻഡി കുപ്പി നീ എളിയിൽ പാത്തുവച്ചു കൊണ്ടുപോയി രഹസ്യമായി മദ്യപിച്ചതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടി? നിന്റെ കരളിന് കേടുവന്നു, നിന്റെ വീട്ടിലെ സമാധാനം പോയി, നിന്റെ ആരോഗ്യം പോയി, നിന്റെ പണം പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലെങ്കിലും പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. ബ്രാൻഡി കുടിച്ചു കാലം പോക്കിയത് മതി, ഇന്നെങ്കിലും രക്ഷപ്പെടുക. എന്റെ ഒരു സഹപ്രവർത്തക, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു സഹോദരനെ ഞാൻ ചില നാളുകൾക്ക് മുന്നേ കണ്ടുമുട്ടുവാനിടയായി. അവനോട് പറഞ്ഞാ കടം കയറിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവനെ കണ്ടുമുട്ടിയത്. അവൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു ഓഫീസറാണ്. ഞാൻ കഴിഞ്ഞ 17 വർഷമായിട്ട് ഈ ബൈബിൾ പ്രസംഗിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചോദിച്ചു. എടാ, മുഴുവൻ കടമാണ്. എനിക്ക് അത്ഭുതമായി പോയി. ഞാൻ ജോലി ചെയ്യുന്നില്ല, എനിക്ക് മാസ വരുമാനമില്ല, എന്നാൽ ഇവൻ ജോലിക്കാരനാണ്, ഓഫീസറാണ്, 10-60,000 രൂപ ശമ്പളം കിട്ടുന്നവനാണ്. അവന് കടം വന്നിരിക്കുകയാണ്. അവന് ആ കടത്തിന്റെ ആ എമൗണ്ട് ഒക്കെ പറഞ്ഞ് എന്നോട് ചോദിച്ചു, നിനക്കത്ര രൂപ കടമുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കടവും ഇല്ല, എനിക്ക് സമൃദ്ധിയുടെ പരിണിത ഫലമായി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാണ്, ഒന്നുമില്ലെങ്കിലും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ അവനോട് കടന്നു ചോദിച്ചു, എടാ നീ എങ്ങനെ കടക്കാരനായി ചേർന്നത്? അപ്പോൾ എന്നോട് വിശദീകരിച്ചു തന്നു. ഈ 10 പാക്കറ്റ് സിഗരറ്റാണ് ഒരു ദിവസം വലിക്കുന്നത്. എന്റെ ഒരു ദിവസത്തെ ബ്രാൻഡിയുടെ അളവെന്ന് പറയുന്നത് എത്രയാണ്? ഇങ്ങനെ അങ്ങോട്ട് വർഷങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ കടം മേടിച്ചു കുടിക്കുവാൻ തുടങ്ങി, വീട്ടിലുള്ള വസ്തുക്കൾ വിറ്റു കുടിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നിന്റെ ആയുസ് നഷ്ടമാക്കരുത്, ആരോഗ്യം നഷ്ടമാക്കരുത്, വീട്ടിലുള്ള നന്മകൾ വിറ്റ് കുടിക്കുവാനിടവരരുത്, കടം കയറി നശിക്കുവാനിടവരരുത്. നീ ഉദ്യോഗസ്ഥന് 60,000 രൂപ ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥനായിട്ടും അവനിപ്പോൾ കടം കയറി ഇരിക്കുകയാണ്. എന്നാൽ യേശു ഉള്ളവന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സമൃദ്ധി വെളിപ്പെടുവാൻ പോകുകയാണ്. ആമേൻ. കടമില്ലാതെ, ബാധ്യതകളില്ലാതെ ഈ രാത്രിയിൽ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് വചനം ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് നൽകിയിരിക്കുന്നു കർത്താവ്. 17 വർഷം കഴിഞ്ഞ് അവനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ ജീവിതത്തിൽ കടബാധ്യത വന്നിരിക്കുന്നു. എന്ത്? യേശുവില്ലാതെ ജീവിച്ചതിനാൽ, ദൈവമില്ലാതെ ജീവിച്ചതിനാൽ, പാപത്തിൽ ജീവിച്ചതിനാൽ. ഇന്ന് രാത്രിയിലെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു തീരുമാനമെടുക്ക്. കള്ളുകുടിച്ച് ജീവിതം കാലം പോക്കിയത് മതി, ഇനിയും അങ്ങനെ ജീവിക്കുവാൻ ഞാൻ തയ്യാറല്ല. നീ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനിട വരും. ദുശീലങ്ങളിൽ അടിമകളായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ വിനയപുരസ്സരം പറയട്ടെ, നിങ്ങളുടെ ദുശീലങ്ങൾ പോകുവാൻ വേണ്ടി ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് 1 മാസത്തെ പ്രത്യേകമാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വിശ്വസിച്ചാൽ ഇന്ന് രാത്രിയിൽ ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ മേലുള്ള ദുശീലങ്ങളെ മാറ്റുവാൻ യേശു പ്രാപ്തിയുള്ളവനാണ്. ആമേൻ. വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ അഥവാ ദൈവവചന വിരുദ്ധമാകുന്ന രീതികൾ ശരീരത്തിൽ വെളിപ്പെടുമ്പോൾ ഇത് ജഡമായി തീരുകയാണ്. പാപം നിറഞ്ഞ ജഡത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള നമ്മുടെ മോഹമാണ് ജഡമോഹം എന്ന് പറയുന്നത്. ജഡം പറയും കള്ളു തരിക, അതിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നാം ജഡത്തിന് കള്ളു കൊടുക്കുന്നു. ജഡം പറയും ബീഡി തരിക, സിഗരറ്റ് തരിക, അതിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നാം ശരീരത്തിന്, ജഡത്തിന് ബീഡി കൊടുക്കുന്നു, സിഗരറ്റ് കൊടുക്കുന്നു. പ്രീതിപ്പെടുത്തുവാനുള്ള നമ്മുടെ മോഹമാണ് ജഡമോഹം എന്ന് പറയുന്നത്. കൺമോഹം എന്ന് പറയുന്നത് നാം കാണുന്ന ദുഷ്ടത നിറഞ്ഞ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള മോഹം. ഈ ലോകത്തിൽ ദുഷ്ടത നിറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ണുകൊണ്ട് നീ കാണുകയാണ്, ആ കണ്ണിലൂടെ അതെല്ലാം സ്വന്തമാക്കുവാനുള്ള മോഹം വരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. നിന്റെ കണ്ണിന്റെ മേൽ കർത്താവ് ഒരു വിടുതൽ തരുവാൻ ആഗ്രഹിക്കുകയാണ്. ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത് നമുക്കുള്ള കഴിവുകളിൽ, നമ്മുടെ സ്വത്തിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ ഉള്ള നമ്മുടെ നിഗളഭാവത്തെയാണ് ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത്. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ആ പ്രഗത്ഭനാകുന്ന ആ റോക്ക് സിംഗറെ കുറിച്ച്, പോപ്പ് സിംഗറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വർഷങ്ങളായിട്ട് താൻ ഡ്രഗ്സിലാണ് ജീവിക്കുന്നത്, ഗുളികകളിലാണ് താൻ ജീവിക്കുന്നത്. അവന് നാം ഓരോരുത്തരും ഭക്ഷണം രുചികരമായി കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുവാൻ കഴിഞ്ഞില്ല. പിശാചിന് വേണ്ടി പാടി പോപ്പ് സംഗീതം, ലോകത്തിന് വേണ്ടി പാടി, ലോകസ്നേഹത്തിന് വേണ്ടി പാടി. പക്ഷെ ലോകം തനിക്ക് എന്താണ് കൊടുത്തത്? ഒരു സന്തോഷവും, ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരു സന്തോഷവും തനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല.
കഴിഞ്ഞില്ല. മാത്രമല്ല 50-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഈ കഴിഞ്ഞ ജൂൺ 13-ാം തീയതി ഈ ജനുവരി 13-ാം തീയതി പത്രത്തിൽ നിങ്ങളൊരു വാർത്ത വായിച്ചു കാണും. ചില ഇംഗ്ലീഷ് പത്രങ്ങളിലും മലയാള മനോരമ പോലെയുള്ള ചില പത്രങ്ങളിൽ ചെറിയൊരു വാർത്ത വന്നിരുന്നു. അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആരോൺ സ്വാർട്സ് എന്ന് പറയുന്ന ഒരു 26 വയസ്സുകാരൻ കമ്പ്യൂട്ടർ ലോകത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു മകനായിരുന്നു. 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ 13-ാമത്തെ വയസ്സിൽ ഇന്നത്തെ കമ്പ്യൂട്ടറുകളിൽ കാണുന്ന ആധുനികമാകുന്ന കാര്യങ്ങൾ കണ്ടെത്തിയ ഏറ്റവും ബുദ്ധിയുള്ള ഒരു മകനായിരുന്നു. പക്ഷേ ആ മകൻ 26-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യുവാനിടയായി. ഇതാ സംഗീതജ്ഞനാകുന്ന ഒരു മനുഷ്യന്റെ ജീവിതം പ്രയോജനമില്ലാതെ പോകുന്നു. ബുദ്ധിരാക്ഷസനാകുന്ന മറ്റൊരു 26 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നു. എന്ത് ഗതികെട്ട അവസാനങ്ങളാണിത്. ലോകത്തിന്റെ പിന്നാലെ പോയവന്റെ അവസാനം ശ്രദ്ധിക്കുക. ഗതികെട്ട അവസാനമാണ്, പ്രതീക്ഷയില്ലാത്ത അവസാനമാണ്. എന്നാൽ അഭിഷേകമുള്ളവനെ കർത്താവ് സ്വീകരിക്കുവാൻ പോകുന്നത് അഗ്നിരഥങ്ങളുടെ സഹായത്തോടുകൂടെയാണ്, അഗ്നി അശ്വങ്ങളുടെ സഹായത്തോടുകൂടെയാണ്. അഭിഷേകമുള്ള ഏലിയാവിനെ സ്വർഗം സ്വീകരിക്കുന്നത് അവന്റെ മേലുള്ള പുതപ്പടുത്ത തലമുറയുടെ മേൽ ഇട്ടിട്ട് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാൻ ഇടവന്നതുപോലെയാണ് അഭിഷേകമുള്ളവരുടെ അവസാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് ചിലർക്കെങ്കിലും, യൗവനക്കാരാകുന്ന ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം. അത് കണ്ടുപിടിച്ച സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഐപാഡ്, ഐഫോണ്, ആപ്പിൾ കമ്പ്യൂട്ടർ. ഈ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ദൈവമില്ലെന്ന് വിശ്വസിച്ച മനുഷ്യനായിരുന്നു. തന്റെ നല്ല പ്രായത്തിൽ 50 വയസ്സ് കഴിഞ്ഞ് 52 അങ്ങനെയുള്ള സമയത്താണ് ക്യാൻസർ രോഗം പിടിപെട്ട് താൻ മരിക്കുന്നത്. മരണസമയത്ത് താൻ നിലവിളിച്ചു, വല്ലാതെ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. തനിക്ക് അപ്പനും അമ്മയും ആരാണെന്ന് അറിയുമായിരുന്നില്ല. ഇത്ര വലിയ ധനാഢ്യനാകുന്ന മനുഷ്യൻ, ലോക കമ്പ്യൂട്ടർ മേഖലകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനുഷ്യൻ, അപ്പനെ അറിയുമായിരുന്നില്ല, അമ്മ ആരാകുമെന്ന് അറിയുമായിരുന്നില്ല. വളർത്തച്ഛനും വളർത്തമ്മയുമാണ് എടുത്തു വളർത്തിയത്. ഒടുവിൽ അന്വേഷണം നടത്തി സ്വന്തം പെങ്ങളെ കണ്ടെത്തുവാനിടയായി. പെങ്ങളെ കണ്ടെത്തിയപ്പോൾ പെങ്ങൾ പറഞ്ഞു, അപ്പനെ കണ്ടെത്തുവാൻ വേണ്ടി നമുക്ക് ശ്രമം നടത്തണമെന്ന് പറഞ്ഞു. എന്നാൽ സ്റ്റീവ് ജോബ്സിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. ജനിച്ചപ്പോൾ തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ച അപ്പനെ ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ പെങ്ങൾ അന്വേഷണം നടത്തി കാലിഫോർണിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പെങ്ങൾക്ക് അപ്പനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. അപ്പൻ ഒരു ഹോട്ടൽ നടത്തുകയാണ്. ആ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ പറയുകയാണ്, പെങ്ങൾ അപ്പനെ കണ്ടുമുട്ടി. അപ്പൻ പറയുകയാണ്, എനിക്ക് ഈ ഹോട്ടൽ, നിനക്കറിയാമോ, ഈ ഹോട്ടലിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ലോകത്തിലുള്ള ഒരു വലിയ മനുഷ്യനില്ലേ, സ്റ്റീവ് ജോബ്സ്, അയാൾ വന്ന് എന്റെ ഹോട്ടലിൽ ആഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പൻ മകനെ അറിയാതെ ആഹാരം വിളമ്പിക്കൊടുത്തു. മകൻ അപ്പനെ അറിയാതെ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാനിടയായി. ഈ ലോകത്തിന്റെ പിന്നാലെ അവരുടെ മുൻപിൽ ബുദ്ധി ഉണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും, കഴിവുകൾ, നൈപുണ്യമുണ്ടെങ്കിലും അതൊന്നും പ്രയോജനപ്പെടുകയില്ല. യേശു ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ജീവിതം പ്രയോജനമുള്ള ജീവിതമായി തീരുകയുള്ളൂ. കലാമേഖലയിലും നീ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ, യേശു ഉണ്ടെങ്കിൽ ആ മേഖലയിൽ നിനക്ക് അഭിവൃദ്ധി ലഭിക്കുവാൻ ഇടവരും. ബുദ്ധിയുള്ളവനാണെങ്കിൽ യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിനക്ക് ആരോഗ്യവും ബുദ്ധിയും ആയുസ്സും ലഭിക്കുവാൻ ഇടവരും. ഈ ഭൂമിയിലും നീ പ്രയോജനപ്പെടും, നിത്യതയിൽ നീ കാണപ്പെടുകയും ചെയ്യും. പണമുണ്ടെങ്കിൽ നിന്റെ പണം പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ, അനേകർക്ക് ഉപകാരമായി തീരണമെങ്കിൽ, ദരിദ്രർക്ക് സഹായമായി തീരണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ യേശു വന്നു കഴിഞ്ഞാൽ നിന്റെ പണം നിനക്ക് പ്രയോജനപ്പെടും, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ ഇടവരും. യേശുവില്ലാതെ ജീവിച്ചാൽ, ലോകസ്നേഹത്തിന്റെ പിന്നാലെ പോയാൽ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവ തരുന്നത് തകർച്ചയാണ്. അതൊരിക്കലും നിനക്ക് സ്വസ്ഥതയും സമാധാനവും തരില്ല. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടല്ലേ കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞുപോയ വർഷങ്ങളിൽ നിയമസഭയിൽ ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ എഴുന്നേറ്റു എന്ന് പറയുവാനിടയായി. 2011 കണക്ക് പറയുവാനിടയായി 48,320 ഡിവോഴ്സ് കേസുകളാണ്, വിവാഹമോചന കേസുകളാണ് കേരളത്തിലെ കുടുംബ കോടതികളിലുള്ളത് എന്ന് അവർ പറയുവാനിടയായി. 2012 കണക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ, അതിൽ കൂടുതലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. 48,320 48,320 ഡിവോഴ്സ് കേസുകൾ. അത്രയും കല്യാണം ആ വർഷം നടന്നിട്ടുണ്ടോ കേരളത്തിൽ? അതിൽ കൂടുതൽ വിവാഹമോചനത്തിനു വേണ്ടി ആളുകൾ കോടതികളിൽ തിരക്കും നടത്തുകയാണ്. എന്താണ്? മനുഷ്യൻ ദൈവത്തെ മറന്ന് ലോകത്തിന്റെ പിന്നാലെ പോകുന്നു. ജഡസ്നേഹത്തിന്റെ പിന്നാലെ, ജഡമോഹത്തിന്റെ പിന്നാലെ, കൺമോഹത്തിന്റെ പിന്നാലെ, ജീവനത്തിന്റെ പ്രതാപത്തിന്റെ പിന്നാലെ, ലോകസ്നേഹത്തിന്റെ പിന്നാലെ പോകുന്നു. ദൈവവചനം പറയുന്നത് ലോകസ്നേഹം വ്യഭിചാരിണികളെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഇന്ന് രാത്രിയിലെങ്കിലും
നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുക. ഒരു പുതിയ ആരംഭം ക്രിസ്തുവിനാൽ എന്നിൽ ആരംഭിക്കുവാൻ പോകുകയാണ്. ക്രിസ്തു എന്നിൽ ആരംഭിക്കുവാൻ പോകുകയാണ്. അവിടെ ഞാൻ ക്രിസ്തുവിനെ അറിയുവാൻ പോകുകയാണ്. അവിടുത്തെ സ്നേഹത്തെ അറിയുവാൻ പോകുകയാണ്. അവിടുത്തെ സ്നേഹത്തെ ഞാൻ അനുഭവിക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ സ്നേഹത്താൽ ഇന്ന് ഈ വചനം കേൾക്കുന്നവർ നിറയുവാനിട വരട്ടെ. യേശുവിന്റെ സ്നേഹത്തിന്റെ സമൃദ്ധി നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ലഭിക്കുവാനിട വരട്ടെ. യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? യേശുവിന്റെ സ്നേഹം അത് വന്ന് നമ്മിൽ നിറയുകയാണെങ്കിൽ, ആ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ആ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം സ്പർദ്ധ അന്വേഷിക്കുന്ന സ്നേഹമല്ല. ആ സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്ന സ്നേഹമല്ല. ആ സ്നേഹത്തിന്റെ പ്രത്യേകത നമ്മിലുള്ള സ്വാർത്ഥതയെ ആ സ്നേഹം കൊല്ലുവാനിട വരും. ആ സ്നേഹം നമ്മെ വീണ്ടും മടക്കി അവന്റെ അരികിലേക്ക് ചേർക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം തിരസ്കരിക്കുന്ന സ്നേഹമല്ല, ആ സ്നേഹം അംഗീകരിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം നിന്നെ ഉപേക്ഷിക്കുന്ന സ്നേഹമല്ല, ആ സ്നേഹം നിന്നെ മാറോട് ചേർക്കുന്ന സ്നേഹമാണ്. അനുഭവിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ഈ വചനങ്ങളെ തരുന്നത്. ഈ ഭൂമിയിൽ തന്നെ നാം ആയിരിക്കുന്ന സന്ദർഭത്തിൽ സ്നേഹം നാം അനുഭവിക്കാതെ ഉള്ള അനേകമാകുന്ന അവസരങ്ങളുണ്ട്. അപ്പന്റെ സ്നേഹം അനുഭവിച്ചില്ല, അമ്മയുടെ സ്നേഹം അനുഭവിച്ചില്ല, പ്രിയപ്പെട്ടവരുടെ സ്നേഹം അനുഭവിച്ചില്ല. സ്നേഹലഭ്യതയില്ലാതെ വളരുന്നവർ ഈ ഭൂമിയിൽ അനേകരാണ്. അതോടൊന്നിച്ച് തന്നെ അടുത്തു ഉള്ളവർ തന്നെ അവർ അടുത്തുണ്ടോ, അവർ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുന്നുവോ എന്ന് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഭാര്യ ഭർത്തൃബന്ധം ഒന്നിച്ചാ ജീവിക്കുന്നത്, പക്ഷേ ഭാര്യയ്ക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടോ. അടുപ്പം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഭർത്താവിന് അനുഭവിക്കുവാൻ കഴിയുന്നില്ല, അടുപ്പം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ആ ശൂന്യതകളിൽ തുടരേണ്ട കാര്യമില്ല. യേശുവിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ, യേശു വന്നു കഴിഞ്ഞാൽ ആ ശൂന്യതകൾ പരിഹരിക്കപ്പെടും. അവിടുത്തെ സ്നേഹം വന്നു നിന്നിൽ നിറയും. നിറഞ്ഞാൽ നിനക്കൊരിക്കലും സ്നേഹിക്കുവാൻ കഴിയില്ല എന്ന് നീ ഹൃദയത്തിൽ പറഞ്ഞവരെയും സ്നേഹിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ നിന്നെ ആക്കി തീർക്കുന്ന സ്നേഹമാണ് ദൈവ സ്നേഹം. ശത്രുവിനെ സ്നേഹിക്കുവാൻ പ്രാപ്തി നൽകുന്ന സ്നേഹമാണ് ദൈവ സ്നേഹം. ആ സ്നേഹം സ്വീകരിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകുന്നുവോ? ആ സ്നേഹം നിങ്ങൾ സ്വീകരിക്കുവാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ പുതിയ ആരംഭം നിങ്ങളിൽ ആരംഭിക്കുവാൻ പോകുന്നു. കർത്താവ് ഒരു പുതിയ ആരംഭത്തെ, ഒരു പുതിയ തുടക്കത്തെ കർത്താവ് നിങ്ങൾക്ക് നൽകി തരുവാൻ പോകുകയാണ്. ഒരു പുതിയ തുടക്കം സംഭവിച്ച ഒരു മഹാചരിത്രം ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. ആ അധ്യായത്തിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട യേശു പറഞ്ഞ കഥകൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, നഷ്ടപ്പെട്ട ആടിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. 2, നഷ്ടപ്പെട്ട ഒരു വെള്ളി നാണയത്തെ അന്വേഷിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചുള്ള കഥയാണ്. അവൾ 10 ദ്രഹ്മ ലഭിച്ചവൾ, 1 ദ്രഹ്മ നഷ്ടപ്പെട്ടു, വെള്ളി നാണയം നഷ്ടപ്പെട്ടു. അവളെ കുറിച്ചുള്ള കഥയാണ്. വീണ്ടും കർത്താവ് ഒരു കഥ പറയുന്നുണ്ട്. ആ കഥയിൽ 2 പുത്രന്മാരാണ്. ഒരു പുത്രൻ നഷ്ടപ്പെട്ട പുത്രനാണ്, മുടിയനായ പുത്രൻ. ആ പുത്രനെ കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അധ്യായത്തിന് വേണമെങ്കിൽ സുവിശേഷ സംക്ഷിപ്തം എന്ന പേർ കൊടുക്കുവാൻ കഴിയും. അതിൽ ആ 3 കഥകളിൽ 1-ാമത്തെ കഥയിൽ 1% നഷ്ടമാണ് ഉടമയ്ക്കുണ്ടായത്. 2-ാമത്തെ കഥയിൽ 10% നഷ്ടമാണ് ഉടമയ്ക്കുണ്ടായത്. 3-ാമത്തെ കഥയിൽ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ അപ്പനുണ്ടായ നഷ്ടം 50%അല്ല, 100%. എങ്ങനെയാണത് തെളിയിക്കപ്പെടുന്നത്? ഈ നഷ്ടപ്പെട്ട മകൻ മടങ്ങി വരുമ്പോൾ മൂത്ത മകൻ വീട്ടിൽ കയറാതെ പുറത്തു നിൽക്കുകയാണ്. അതിൽ നിന്ന് വ്യക്തമല്ലേ 100% നഷ്ടമാണ്. അപ്പന് യഥാർത്ഥത്തിൽ ഉണ്ടായ നഷ്ടം 100% നഷ്ടമാണ്. എന്നാൽ അതിനെ 50ആയി കാണുകയാണെങ്കിൽ മുടിയനായ പുത്രന്റെ നഷ്ടം, ആ നഷ്ടത്തിന്റെ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീട് വിട്ടി മകൻ പോകുകയാണ്. അപ്പന്റെ പക്കൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ ഒന്നും നിർബന്ധിച്ചു ചെയ്യിക്കുകയില്ല. നിങ്ങളെ അടിച്ച് നന്നാകടാ, ശരിയാകടാ ദൈവം ഒരിക്കലും ചെയ്യുകയില്ല. പിശാച് നിർബന്ധിക്കുന്നവനാണ്. നിനക്ക് ബീഡി വേണ്ടെങ്കിലും പിശാച് നിന്റെ കയ്യിൽ ബീഡി തരുവാനിട വരും. നിനക്ക് മദ്യം വേണ്ടെങ്കിലും നിന്റെ കയ്യിൽ പിശാച് മദ്യം തരുവാനിട വരും. നിനക്ക് പ്രാർത്ഥിക്കാൻ സമയം ലഭിക്കുമ്പോഴെല്ലാം നിന്നെ ടിവിയുടെ മുൻപിൽ കൊണ്ടിരുത്തുവാൻ വേണ്ടി പിശാച് നിന്നെ നിർബന്ധിക്കുന്നവനാണ്. ദൈവം ഒരിക്കലും നിർബന്ധിക്കുകയില്ല.
ദൈവത്തോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കർത്താവ് സന്നദ്ധനാണ്. ആ ഉത്തരം നൽകുമ്പോൾ താൻ പറയുന്ന നിബന്ധനകൾ നിർബന്ധിച്ച് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയില്ല. ആ നിബന്ധനകളോടുകൂടെ കർത്താവ് ഉത്തരം തരുമ്പോൾ അതനുസരിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇവിടെ ഈ മകന്റെ അപ്പനോടുള്ള ആശയവിനിമയം ശ്രദ്ധിക്കുക. അപ്പന്റെ അരികിൽ വന്നിട്ട് ഈ അപ്പൻ പിതാവിന്, ദൈവപിതാവിന് സമാനനാകുന്നു. ഈ അപ്പന്റെ അരികിൽ വന്നിട്ട് ഈ മകൻ, രണ്ടാമത്തെ മകൻ ചോദിക്കുകയാണ്, എനിക്കുള്ള അവകാശം തരിക. അപ്പൻ പിടിച്ചു വച്ചില്ല, കൊടുത്തു. അവനുള്ള അവകാശം കൊടുക്കുവാനിടയായി. അവകാശവുമായിട്ട് അവൻ പോയത്, അവൻ പോകുന്ന ഇടത്തെ കുറിച്ചോ അവൻ ചിലവഴിക്കുവാൻ പോകുന്നത് എങ്ങനെയാണോ അതൊന്നും അവൻ വിശദീകരിച്ചില്ല. അവൻ തന്റെ ഇഷ്ടം പോലെ അവൻ അത് ചിലവഴിക്കുവാനിടയായി. ചിലവഴിച്ച് എല്ലാം നഷ്ടമായി. ഞാൻ വിശ്വസിക്കുകയാണ്, അവൻ ഷൂസ് വിറ്റ് കള്ളു കുടിച്ചു, തൊപ്പി വിറ്റ് കള്ളു കുടിച്ചു, കയ്യിലുണ്ടായിരുന്ന മോതിരം വിറ്റ് കള്ളു കുടിച്ചു, ഉടുപ്പ് കോട്ടും കാണുമായിരിക്കാം, അതും വിറ്റ് കള്ളു കുടിക്കുവാനിടയായി. അവസാനം ഒരു ബർമൂഡ മാത്രം ശേഷിച്ചിരിക്കുന്നു. നഗ്നതയുടെ ഒരു ഭാഗം മാത്രം മറയ്ക്കുവാൻ വേണ്ടി ആ ബർമൂഡയും ഇട്ട് കുളിക്കാതെ പല്ലു തേക്കാതെ ദേശത്ത് വന്ന ക്ഷാമത്തിന്റെ നടുവിൽ ഭക്ഷണം കഴിക്കുവാൻ വകയില്ലാതെ പന്നികളെ മേയിക്കുന്ന ഇടത്ത് താനായിരിക്കുകയാണ്. പന്നികളെ മേയിക്കുമ്പോൾ അവിടെ ലഭ്യമാകുന്ന പന്നികളുടെ ഭക്ഷണം വാളവര, അത് തിന്നുവാനും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ തിന്നാൻ കഴിയത്തില്ല. മറ്റു വേലക്കാർ തന്നെ അടിക്കുവാൻ ഇടവരും, മറ്റു വേലക്കാർ ഇടപെടുവാൻ ഇടവരും. അതുകൊണ്ട് അതുപോലും ഭക്ഷിക്കുവാൻ കഴിയാതെ പട്ടിണിയിലും തകർച്ചയിലും നിരാശയിലും അതിന്റെ അടിത്തട്ടിലെത്തിയിരിക്കുന്ന ആ നിസ്സഹായനാകുന്ന ചെറുപ്പക്കാരൻ, അവൻ അവിടെ ഇരുന്നു കൊണ്ട് എന്താണ് ചിന്തിച്ചത്? അവൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം ഓർത്തു, പിതാവിന്റെ സ്നേഹം. ഇന്ന് രാത്രിയിൽ അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ മടങ്ങി വരുവാനിട വരും. പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് അവന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ അവന് മനസ്സിലായി, പിതാവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത നിബന്ധനകളില്ലാത്ത സ്നേഹമാണ്, തിരസ്കരിക്കാത്ത സ്നേഹമാണ്, ഇറങ്ങിപ്പോടാ എന്ന് പറയാത്ത സ്നേഹമാണ് പിതാവിന്റെ സ്നേഹം. ഏത് തകർച്ചയുടെ നടുവിലും മടങ്ങിച്ചെന്നാൽ അംഗീകരിക്കുന്ന സ്നേഹമാണ്. ദൈവസ്നേഹത്തെ നിങ്ങൾ സംശയിക്കരുത്. നിങ്ങൾ ആർക്കൊക്കെ കൊള്ളാത്ത വ്യക്തിയായി തീർന്നാലും, നികൃഷ്ടനായ വ്യക്തിയായി തീർന്നാലും ദൈവസ്നേഹത്തെ സംശയിക്കരുത്. മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ, യേശുവിന്റെ അരികിലേക്ക് വരുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, അവിടുന്ന് നിങ്ങളെ വാരിപ്പുണരുവാൻ പോകുകയാണ്, ചേർത്ത് പിടിക്കുവാൻ പോകുകയാണ്, ഉമ്മ വയ്ക്കുവാൻ പോകുകയാണ്. ഈ മകന് മനസ്സിലായി, പിതാവിന്റെ സ്നേഹത്തിന്റെ വലുപ്പം മനസ്സിലായി, പിതാവിന്റെ സ്നേഹത്തിന്റെ നിസ്തുലത മനസ്സിലായി. അങ്ങനെയാണ് അവൻ തീരുമാനമെടുത്തത്, ഞാൻ മടങ്ങി പോകുവാൻ പോകുന്നു. മകനാകേണ്ട കാര്യമില്ല, ആ വീട്ടിലെ ഏറ്റവും ചെറിയ ദാസനായി മതി. അങ്ങനെയാണ് അവൻ മടങ്ങി വരുന്നു. ക്ഷീണിതനായവൻ, കണ്ടാൽ ആകൃതി നഷ്ടപ്പെട്ടവൻ, വിരൂപനായി തീർന്നവൻ, മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്തവൻ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അവൻ വിവാഹിതനായിരുന്നുവെങ്കിൽ സ്വന്തം ഭാര്യ പോലും അവനെ തിരിച്ചറിയുകയില്ല. ആ പ്രകൃതിയിൽ അവനായിരിക്കുന്നു എങ്കിൽ പോലും ദൂരവേ നിന്ന് അപ്പനവനെ മനസ്സിലായി, എന്റെ മകൻ മടങ്ങി വരുന്നു. നിന്റെ സമർപ്പണത്തിലേക്ക് നീ മടങ്ങി വരിക, നിന്റെ ആരാധനയിലേക്ക് നീ മടങ്ങി വരിക, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നീ മടങ്ങി വരിക. പിതാവ് നിന്നെ ദൂരവേ നിന്ന് കാണുവാൻ പോകുന്നു. പിതാവ് അങ്ങനെയാണ് അവന്റെ അരികിലേക്ക് ഓടിപ്പോകുന്നത്. ഓടിച്ചെന്ന് നിന്റെ ആകൃതിക്ക് മാറ്റമില്ലെങ്കിലും, നിന്നിൽ ഇപ്പോൾ വെളിപ്പെടുന്ന ദുർഗന്ധത്തിന് മാറ്റമില്ലെങ്കിലും, നിന്റെ തലമുടി വെട്ടിയില്ല എങ്കിൽ പോലും, പല്ല് തേച്ചിട്ടില്ല എങ്കിൽ പോലും, നിനക്ക് വേണ്ടവണ്ണം വസ്ത്രമില്ല എങ്കിൽ പോലും, ഞാൻ നിന്നെ ആദ്യം എന്താണ് ചെയ്യുവാൻ പോകുന്നത്? ഞാൻ നിന്നെ വാരിപ്പുണർന്ന് അംഗീകരിക്കുവാൻ പോകുന്നു. അവിടുന്ന് അംഗീകരിച്ച് രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. അവനെ അംഗീകരിച്ചു വാരിപ്പുണർന്ന് ചുംബിച്ചതിന് ശേഷമാണ് പിതാവ് അവനോട് അവന് പുതിയ വസ്ത്രം കൊടുക്കുന്നത്, അവന് പുതിയ മോതിരം കൊടുക്കുന്നത്. അവന്റെ കാലിൽ ചെരുപ്പ് വരുന്നു. പുതിയ ആരംഭങ്ങൾ, പുതിയ വസ്ത്രം, പുതിയ മോതിരം, പുതിയ ചെരുപ്പ്, പുതിയ സ്ഥാനം. നീ ആഗ്രഹിക്കുന്നത് ഈ ഭവനത്തിൽ ഒരു എളിയ ദാസനാകുവാനാകുന്നു എങ്കിൽ നിന്നെ ഒരു പുതിയ സ്ഥാനത്ത് കർത്താവ് എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടതിനെ കർത്താവ് മടക്കി തരുവാൻ പോകുകയാണ്. യെസ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ നഷ്ടപ്പെട്ട മഹിമയെ കർത്താവ് മടക്കി തരുവാൻ പോകുകയാണ്. നിന്റെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ കർത്താവ് മടക്കി തരുവാൻ പോകുകയാണ്. സ്വീകരിക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ മേൽ നഷ്ടപ്പെട്ട അഭിഷേകത്തെ കർത്താവ് മടക്കി തരുവാൻ പോകുകയാണ്. നിന്നെ നീ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് എത്തിക്കുവാൻ നിന്റെ പിതാവ് ആഗ്രഹിക്കുന്നു. ആ ദൈവസ്നേഹം നിന്നെ
എന്ന് സ്പർശിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ നീ മടങ്ങി വരുമോ? ഒരു പുതിയ ആരംഭത്തിന് വേണ്ടി മടങ്ങി വരുമോ? ക്രിസ്തുവിൽ ഒരു പുതിയ ആരംഭം സ്വന്തമാക്കുവാൻ നീ മടങ്ങി വരുമോ? അത്ഭുതം സംഭവിക്കുവാൻ പോകുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നു. ഞാനൊരു അത്ഭുത ഭാഗം കൂടെ പരാമർശിച്ചതിന് ശേഷമായിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുവാൻ പോകുന്നു. ഒരു കഥയാണ്. ലോകപ്രസിദ്ധനാകുന്ന സുവിശേഷകൻ ബില്ലി ഗ്രഹാം, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ബില്ലി ഗ്രഹാം ഇപ്പോൾ വാർദ്ധക്യത്തിലാണ്, വളരെ വാർദ്ധക്യത്തിൽ താനായിരിക്കുന്നു. താൻ 100 കണക്കിന് പ്രാവശ്യം ആവർത്തിച്ച ഒരു കഥ കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, തന്റെ വീട്ടിൽ വലിയ ബഹളമുണ്ടായി. തന്റെ ജീവിതത്തിലെ ദുശീലങ്ങൾ മുഖാന്തരമായിട്ട് പോലീസ് വന്നു, തന്നെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. ഭാര്യയ്ക്ക് വേദന, മക്കൾക്ക് തലവേദന, ബന്ധുക്കൾക്കും സമൂഹത്തിനും തലവേദന. അടിപിടി ബഹളമുണ്ടാക്കിയ മനുഷ്യൻ, വീടിന് ഭാരമായി തീർന്ന മനുഷ്യൻ താൻ ജയിലിലാകുവാനിടയായി. ജയിലിൽ കിടന്നു, വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ജയിലിൽ വെച്ച് താൻ മാനസാന്തരപ്പെട്ടു. യേശു തന്റെ ജീവിതത്തിൽ വരുവാനിടയായി. ഒരു ദിവസം സുപ്രഭാതത്തിൽ ആ ജയിലർ വന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, നിനക്ക് ജയിൽ വിട്ട് മടങ്ങി പോകുവാൻ കഴിയും. പക്ഷേ തനിക്കറിയില്ല, തനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ പോകുന്നു. അടുത്ത ദിവസം താൻ മടങ്ങി പോകുവാൻ പോകുന്നു. തനിക്കറിയില്ല താൻ എവിടേക്ക് പോകും. വീട്ടിൽ പോയാൽ ഭാര്യ അംഗീകരിക്കുമോ? വീട്ടുകാർ അംഗീകരിക്കുമോ? ദീർഘവർഷമായി ബന്ധങ്ങളില്ല, കത്തുകളില്ല, വിളിച്ചിട്ടില്ല. അവരംഗീകരിക്കുമോ? സ്വീകരിക്കുമോ? നാട്ടുകാർ തന്നെ സ്വീകരിക്കുമോ? തന്റെ ഹൃദയത്തിൽ ആ ഖേദവും ആ സന്ദേഹവും ഒക്കെ ഉണ്ടായി. പെട്ടെന്ന് താൻ പേനയെടുത്തൊരു കത്തെഴുതി, ഭാര്യയ്ക്കൊരു കത്തെഴുതി. ഇതാ, ഞാനാകുന്നു ഈ എഴുതുന്നത്. ഇന്ന ഇന്ന സംഭവങ്ങൾ ഉണ്ടായി. ഞാൻ ജയിലിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ സൃഷ്ടിച്ചു. ഞാൻ നിങ്ങളെ ഒരുപാട് പീഡിപ്പിച്ചു. ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിരുന്നു. എന്നാൽ ജയിലിലെ എന്റെ വാസം മുഖാന്തരമായി യേശു എന്റെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തി. ഇവിടെ വെച്ച് ഞാൻ സുവിശേഷം കേട്ടു. യേശുവിനാൽ എനിക്കൊരു പുതിയ ജീവിതം ലഭിച്ചു. ഇതാ, ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. ഈ ജയിൽ വിട്ട് പുറത്തിറങ്ങുകയാണ്. പക്ഷെ എവിടെ പോകണമെന്നറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും സ്നേഹം എനിക്ക് വേണ്ടി ശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയില്ല. നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും ആ ഭവനത്തിൽ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഞാൻ ഒരു ദിവസം ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം നമ്മുടെ വീടിനരികിലുള്ള റോഡിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുവാൻ പോകുകയാണ്. ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ആ വീടിന് മുൻപിലുള്ള വൃക്ഷത്തിൽ ഒരു വെള്ളക്കൊടി ഉയർത്തുക. ആ കത്തെഴുതി പോസ്റ്റ് ചെയ്തു. തനിക്ക് ജയിൽ വിട്ട് പുറത്തിറങ്ങേണ്ട സമയം വന്നു. താൻ ജയിൽ വിട്ട് പുറത്തിറങ്ങി, ബസ്സിൽ കയറി, യാത്ര ആരംഭിച്ചു. തന്റെ അരികിലൂടെ പോകുന്ന ആ ബസ്സിൽ യാത്ര ആരംഭിക്കുകയാണ്. ആ ബസ് അടുത്ത ജംഗ്ഷനിൽ ചെന്നു നിന്നു. കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ പ്രവേശിച്ചു. ആ കോളേജ് വിദ്യാർത്ഥികൾ ഇയാളുമായിട്ട് പരിചയപ്പെട്ടു. ഇയാളുടെ കഥ കേൾക്കുവാനിടയായി. അവർക്കും ആകാംക്ഷയായി, എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്. ആ വീടിനരികിൽ ചെല്ലുമ്പോൾ വെള്ളക്കൊടി കാണുമോ? ആ വീടിനരികിലേക്ക് വാഹനം അടുത്തു ചെല്ലുകയാണ്. ഒരു വളവ് കഴിഞ്ഞതിന് ശേഷമാണ് വീട് കാണുവാൻ കഴിയുന്നത്. ആ വളവിനരികിലേക്ക് അടുത്തു വരുമ്പോൾ ഇയാളുടെ ഹൃദയം സ്പന്ദിക്കുകയാണ്, വേഗത്തിൽ സ്പന്ദിക്കുകയാണ്. വളവ് തിരിഞ്ഞു. താൻ കാണുന്നത്, വളവ് തിരിയുമ്പോൾ കാണുന്നത് ഒരു വെള്ളക്കൊടിയല്ല, ആ പ്രദേശം മുഴുവൻ വെള്ളക്കൊടികൾ കൊണ്ടുമാണ്. ആ വാഹനത്തിൽ നിന്ന് താൻ പുറത്തിറങ്ങുവാനായി. ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. തന്റെ ഭാര്യ, തന്റെ കുഞ്ഞുങ്ങൾ തന്റെ നേരെ ഓടി വരികയാണ്. നിങ്ങൾക്കത് ആത്മമണ്ഡലത്തിൽ കാണുവാൻ കഴിയുമോ? നിങ്ങളുടെ മനോമണ്ഡലത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ? അവർ വാരി പുണരുന്ന ആ മനുഷ്യനെ വീണ്ടും അംഗീകരിക്കുന്ന ആ ഭാഗം നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ? അതാണ് യേശുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഒരു പുതിയ ആരംഭം, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ അത്ഭുതം, ഒരു പുതിയ സൗഖ്യം കർത്താവിനാൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുകയാണ്. അത് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ?